ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച എം പി അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല. പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകും. ഇന്ന് നല്ല റെഡ് അലർട്ട് എന്ന് പറയുന്നത് അല്ലേ? നോക്കണം, മഴ പെയ്യുന്നോ. വെള്ളം കോരിയിട്ടും വിറക് വെട്ടിയിട്ടും ഒടുവിൽ മണ്ണും ചാരി നിന്നവൻ കാര്യം സാധിച്ചു കടക്കുമോ? അതെ, കോൺഗ്രസിന്റെ കാര്യം തന്നെ. അധികാരം കിട്ടിയിട്ടില്ല, കിട്ടുമെന്ന ലക്ഷണം പോലുമില്ല. എന്നിട്ടും കസേര ലക്ഷ്യമിട്ട് അടി തുടങ്ങി. താൻ എത്തിയത് അധികാരത്തിനല്ല, ഇടത് സർക്കാരിനെ ഇറക്കാനാണെന്ന് KC വേണുഗോപാൽ പറയുമ്പോൾ വളഞ്ഞിട്ടുദ്ദേശിക്കുന്നത് കസേരമോഹം തന്നെ. മറ്റൊന്ന്, ഇപ്പോൾ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കൊള്ളാവുന്ന ആരുമില്ലെന്ന് കൂടി KC വേണുഗോപാൽ നൈസിന് പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ ആകാശത്ത് നോക്കി റെഡ് അലർട്ട് എന്ന് VD സതീശന് പറയേണ്ടി വന്നത്. അബിൻ വർക്കിക്ക് പരസ്യ ഉപദേശം നൽകുന്ന വേളയിൽ സണ്ണി ജോസഫും KC വേണുഗോപാലിനിട്ടൊന്ന് കൊട്ടിയിരുന്നു. വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി, അതും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടും കേരളത്തിലല്ലേ കറങ്ങി നടക്കുന്നതെന്ന് KPCC പ്രസിഡന്റിന് പറയേണ്ടി വന്നു. അബിൻ വർക്കിക്ക് പിന്നാലെ അസംതൃപ്തരായ ചാണ്ടി ഉമ്മനെയും ഷമാ മുഹമ്മദിനെയും ടാലന്റ് ഹണ്ടിന്റെ ദേശീയ നോഡൽ കോർഡിനേറ്റർമാരാക്കി. ചുമതല ഹിമാചലിലും ഗോവയിലും. ടാലന്റായ ഹണ്ട് തന്നെ, ബുദ്ധിപരമായ വേട്ടയെന്ന് മറുമൊഴി. KC വേണുഗോപാലും ചെന്നിത്തലയുമായി ചേർന്ന് പുതിയ ചില സമവാക്യങ്ങൾ നടക്കുന്നുവെന്നും ഇന്ദിരാഭവന്റെ ഇടനാഴിയിൽ സംസാരമുണ്ട്. കാര്യം എന്തായാലും ലാംബി സ്കൂട്ടറിൽ പറവൂരിൽ നിന്ന് പാഞ്ഞെത്തിയവർക്ക് അപായം മണത്തു. നോക്കാം ആർക്കാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ റെഡ് അലേർട്ട്. നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: AK ഷാനിബ്, CPIM നേതാവ്, മുൻ കോൺഗ്രസ് നേതാവ്; B റജി, കോൺഗ്രസ് സഹയാത്രി; ഒപ്പം M ജയചന്ദ്രൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം ശ്രീ B റജിയിലേക്ക്. റജി, എന്തായാലും ആർക്കാണ് റെഡ് അലർട്ട്? അജംഷാദെ, നോക്കൂ, ഇതൊക്കെ യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ്. തെരഞ്ഞെടുപ്പിന്, അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാണ്ട് 6 മാസത്തോളം സമയം ശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം കോൺഗ്രസ്സിലെ എന്തൊക്കെയോ അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് പൊതുമധ്യത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞത് KC വേണുഗോപാലും സാക്ഷാൽ VD സതീശനുമാണെന്ന് പറഞ്ഞത്. അത് ആ വാക്കുകളാണ് ആദ്യം നമ്മൾ കേട്ടത്. നോക്കൂ, അതിനെ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ്, അങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുകയാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന ആരാണ്? AICC CWC മെമ്പറാണ്. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് ഭാഗത്തും കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങളിലും പ്രസ്ഥാനത്തിൻ്റെ നവീകരണത്തിനും നന്മയ്ക്കും വേണ്ടി ഇടപെടാൻ കഴിയും. ഇവിടെ UDF-നെ സംബന്ധിച്ച് UDF-ൻ്റെ അതിന് നേതൃത്വം നൽകുന്ന 10 പാർട്ടികൾ ചേർന്ന UDF-നെ നയിക്കുന്ന നേതൃത്വം ഇവിടെയുണ്ട്. ഇവിടെ ഒരു ഏതെങ്കിലും നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു കൺഫ്യൂഷനോ ഏതെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയോ അക്കാര്യത്തിൽ ഒന്നുമില്ല. ഇവിടെ ആർക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനുമില്ല. കാരണം 30 വർഷം കേരളം ഭരിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഐക്യമുന്നണി, അറിയാമല്ലോ. 1979 ഐക്യമുന്നണി രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ നേതൃത്വത്തിലാണ് ഇടത് മുന്നണിയെ നേരിടുന്നത്. അപ്പോൾ ഇവിടെ നേതൃത്വത്തിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും കോൺഗ്രസിനോ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന വർക്കോ ഇല്ല. അപ്പോൾ ആർക്കാണ് ഇതിലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നത്? അതിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇവിടെ കോൺഗ്രസിനുള്ളിൽ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട് ഇതിന് വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നത്. അജിംഷാദ്, AK ഷാനിബ്, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായ ചർച്ചകളുമായി കോൺഗ്രസിനുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? അവരുടെ ഇടയിൽ ഒരു പ്രശ്നവുമില്ല. റജി പറയുന്നു റെഡ് അലർട്ടെന്ന് VD സതീശൻ പറഞ്ഞതിനെക്കുറിച്ചാണ്. ഞാൻ ഷാനിബിലേക്ക് എത്താം. അതിനു മുമ്പ് റജി, അതായത് ഇപ്പോൾ റജി സൂചിപ്പിച്ചു ഇതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തതാണ്, വ്യാഖ്യാനിച്ചതാണെന്നൊക്കെ. പക്ഷേ ഇതിൽ എവിടെയാണ് വ്യാഖ്യാനങ്ങളുള്ളത്? നോക്കൂ, KC വേണുഗോപാൽ പറയുന്നു താൻ കേരളത്തിലെത്തിയത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്താനാണ്. അതിൻ്റെ അർത്ഥം 2 എണ്ണമാണ്. ഒന്ന്, ഇത് നടപ്പാക്കാൻ അല്ലെങ്കിൽ
പ്രതിപക്ഷം എന്ന റോള് ഇപ്പോൾ നടത്തുന്നവർ ചെയ്യുന്നത് തൃപ്തമല്ല എന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നു. കസേര ലക്ഷ്യമിട്ടല്ല, അതായത് എൻ്റെ തലയിൽ പപ്പില്ല എന്ന് പറയുന്ന ആ ബീർബൽ കഥയിലെ പോലെ. ഒരിക്കലും അങ്ങനൊരു വ്യാഖ്യാനം അതിന് നൽകേണ്ടതായിട്ടില്ല. കാരണം കേരളത്തിൽ ശക്തമായ ഒരു നേതൃത്വമുണ്ട്, ഇവിടെ ഒരു UDF സംവിധാനമുണ്ട്. ആ UDF സംവിധാനത്തിന് ഈ ശക്തമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള ഇടമുണ്ട്. അവരത് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈ റെഡ് അലർട്ടിന്റെ അർത്ഥം അവിടെ അതായത് അനാവശ്യമായിട്ട് ഇത്തരത്തിൽ ചർച്ചയെ വഴിതിരിച്ചു വിടുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാകുവാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് താല്പര്യമില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ നോക്കൂ, ഇവിടെ AICCയുടെ ജനറൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഏത് ഭാഗത്തും സംഘടനാ പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഇടപെടാൻ കഴിയും. കേരളത്തിലല്ലേ ഇങ്ങനെ ഓടി നടക്കുന്നത്? നോക്കൂ, കേരളത്തിലെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ്, സമീപ ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാനായി അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണോ അത് നൽകുന്നതിന് അദ്ദേഹം തയ്യാറാണ്. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള ജനപ്രതിനിധിയാണ്. പാർലമെൻറ്റിലേക്ക് വൻ ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ ജനങ്ങൾ, ആലപ്പുഴയിലെ ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടതാണ്. അദ്ദേഹം ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും അവരുടെ വോട്ടേഴ്സിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ അതൊക്കെ മനസ്സിലാക്കാനൊക്കെ വേണ്ടി അദ്ദേഹത്തിന് മണ്ഡലത്തിലെത്തേണ്ടേ? ഇപ്പോൾ ഉള്ള വി.ഡി. സതീശനും മറ്റ് നേതൃത്വവും ഒന്നും പ്രാപ്തരല്ലേ അതിന്? നോക്കൂ, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന എന്താണ്? അത് AICCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ.സി. വേണുഗോപാലിന് ഇന്ത്യയിലെമ്പാടും സഞ്ചരിക്കാം, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താം. കേരളത്തിൽ വ്യക്തമായ നേതൃനിരയുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതാവുണ്ട്, UDF സംവിധാനമുണ്ട്. ആ UDF സംവിധാനം ഇവിടെ ശക്തമാണ്. ഇവിടെ സംഘടന എന്താണ് ഇപ്പോൾ സജ്ജമാകുന്നത്? രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായി അടുത്ത മാസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ ശക്തമാക്കുവാൻ വേണ്ടി ഇടതുമുന്നണിക്ക് ശക്തമായ താക്കീത് നൽകുവാൻ വേണ്ടി കോൺഗ്രസിനെ ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതായത് ഈ AICC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരുപാട് നാളായി. ഇതുവരെയും ഇതുപോലെ സജീവമായില്ല കെ.സി. വേണുഗോപാൽ. മാത്രമല്ല ലോക്സഭ വഴി ദേശീയ തലത്തിലേക്ക് പ്രവർത്തിക്കാൻ പ്രാപ്തനാണ്. അതുകൊണ്ടാണ് BJPക്ക് ആ രാജ്യസഭാ സീറ്റ് പോകും എന്നറിഞ്ഞിട്ട് പോലും കേരളത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് പോയത്. അന്നൊക്കെ പറഞ്ഞിരുന്ന വാചകം ഓർമ്മശക്തിയെ പരിഹസിക്കാത്തവർക്ക് ഓർമ്മയുണ്ട് റജി. അതായത് ദേശീയ തലമാണ് പ്രവർത്തന മണ്ഡലം, മോദി സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യണം, ഇതൊക്കെയായിരുന്നു കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. ആ കെ.സി. വേണുഗോപാൽ എന്തിനാണ് മുണ്ടും മടക്കി കുത്തി ഇവിടേക്ക് ഇറങ്ങുന്നത് എന്ന് സംശയം സ്വാഭാവികമാണ്. ഒന്ന്. രണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് സ്വാഭാവികമായി എത്തേണ്ട അബിൻ വർക്കിയെ തഴഞ്ഞ് മറ്റുള്ളവരെ കയറ്റുന്നു. വർക്കിംഗ് അല്ലാത്ത ആളിനെ വർക്കിംഗ് പ്രസിഡൻ്റ് ആക്കുന്നു. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണത്. ഇങ്ങനെയുള്ള ഘട്ടത്തിലും കെ.സി. വേണുഗോപാലിൻ്റെ പേരും കൈയും ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ എത്തിയിരുന്നു. ഇങ്ങനെ പല വശങ്ങളുണ്ട്. ഇതിന് തുടർച്ചയായിട്ടാണ് KPCC പ്രസിഡൻ്റായ സണ്ണി ജോസഫ് പറയുന്നത്, അബിൻ വർക്കിയെ ഉപദേശിക്കുന്നത്. എങ്ങനെ ദേശീയ തലത്തിൽ പോയാലും കേരളത്തിൽ പ്രവർത്തിക്കാമല്ലോ. കെ.സി. വേണുഗോപാൽ നോക്കൂ, ദേശീയ ജനറൽ സെക്രട്ടറിയാണ്, പക്ഷേ ഇവിടാണല്ലോ ഓടി നടക്കുന്നതെന്ന് അദ്ദേഹം ഒരു കൊട്ട് കൊടുത്തു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇങ്ങനെയൊക്കെയുള്ള വശങ്ങൾ ഉള്ളപ്പോഴാണ് വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമായത്. അതുകൊണ്ടാണ് കെ.സി. വേണുഗോപാലിന് പറയേണ്ടി വന്നത്, താൻ അധികാരം മോഹിച്ചല്ല, ഇടത് സർക്കാരിനെ താഴെയിറക്കാനാണ് വരുന്നത്, എന്നെ അങ്ങനെ പറയല്ലേ, പല്ലില്ലാത്തവൻ കൊമ്പല്ലൻ എന്ന് വിളിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്ന ഉപമകൾ അന്വർത്ഥമാകുന്നത്. റജി, ഞാൻ തിരിച്ചെത്താം. റജി, ശ്രീ AK ഷാനിബ്, താങ്കൾ സജീവമായിരുന്ന ഒരു പാർട്ടിയാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് താങ്കൾ ഇറങ്ങി വന്നത്. അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു അതൊരു രാഷ്ട്രീയ ആരോപണമാണെന്ന്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ നിമിഷവും ബോധ്യമാകുകയാണ് താങ്കൾ പറഞ്ഞത്, സരിൻ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് എന്ന് അടിവരയിടേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റജി പറയുന്നത് ഇതൊന്നും ഒരു അത്തരത്തിലുള്ളൊരു വ്യാഖ്യാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന്. ആണോ? അങ്ങനെയാണോ? ആർക്കാണ് കോൺഗ്രസിൽ റെഡ് അലർട്ട്? തീർച്ചയായും അതിപ്പോൾ കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനോട് ചോദിച്ചാലും ഞങ്ങൾ അന്ന് പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ വിളിക്കുന്നുണ്ട്, അതുപോലെ മറ്റ് രാഷ്ട്രീയത്തിലുള്ള ആളുകൾ വിളിക്കുന്നുണ്ട്, സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പം അന്ന് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ
അത് പുലർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് തെളിവ് സഹിതം ഓരോന്നോരോന്നായിട്ട് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ പിന്നെ ഒരു വിഭാഗത്തെ അടിച്ചമർത്തി ഇല്ലാതാക്കി ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ ഒതുക്കിയതിന് ശേഷം VD സതീശൻ്റെ നേതൃത്വത്തിലുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഒരു ഘട്ടമെത്തുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമെത്തുമ്പോൾ VD സതീശനെയും ഒതുക്കി പുതിയ ഒരാൾക്ക് വരാനുള്ള ഒരു കളമൊരുക്കുകയാണ് എന്ന് ഞാൻ അന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതൊക്കെ അന്ന് പറഞ്ഞാണ് എന്ന് പറയുന്നതല്ല. കൃത്യമായിട്ട് അന്ന് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് അന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഗ്രൂപ്പുകളൊക്കെ കോൺഗ്രസിനകത്ത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. കെ കരുണാകരനും AK ആൻ്റണിയും അതുപോലെ ഉമ്മൻചാണ്ടി പിന്നീട് ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു, രമേശ് ചെന്നിത്തല ഒരു വിഭാഗത്തിൻ്റെ നേതാവാകുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനകത്ത് അല്പമെങ്കിലും നീതീകരിക്കാവുന്ന ചില കാര്യങ്ങളും പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പുതിയ പുതിയ ആളുകളെ കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ ഇപ്പോൾ ഓരോ ആളുകളുടെയും പ്രവർത്തന പാരമ്പര്യത്തിനപ്പുറത്ത്, പ്രവർത്തന പരിചയത്തിനും അപ്പുറത്ത് നേതാക്കന്മാരോടൊപ്പം അടിയുറച്ച് നിൽക്കുന്നുണ്ടോ, എന്നോടൊപ്പം അടിയുറച്ച് നിൽക്കുമോ, അങ്ങനെ ഒരാളാണെങ്കിൽ അയാൾ എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അയാൾ ഈ പറഞ്ഞ പോലെ പിന്നെ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവരെ പിന്നെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു സംഭാവനയും ഈ പാർട്ടിക്കോ സംഘടനക്കോ യൂത്ത് കോൺഗ്രസിനോ KS-നോ നൽകാത്ത ആളുകളെ പോലും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെതിരെ ആരും ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യം, യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹികളെ തീരുമാനിക്കുന്നു എന്നാണ് പറയുന്നത്. അവർ അഭിമാനത്തോടു കൂടി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നതാണ്, ഞങ്ങളിതാ തെരഞ്ഞെടുപ്പ് നടത്തി വോട്ടിംഗ് നടത്തി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നു, വേറെ ഏത് പാർട്ടിക്ക് സാധിക്കും എന്നാണ്. എന്നാൽ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അത് വ്യാജ ID കാർഡ് ഉപയോഗിക്കുന്നു. ആ വ്യാജ ID കാർഡ് ഉപയോഗിച്ചിട്ട് ഒരാൾ പ്രസിഡന്റ് ആകുന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. അത് കഴിഞ്ഞ് അയാൾ ഒരു സ്ത്രീ പീഡകനായതുകൊണ്ട് അയാളെ മാറ്റി നിർത്തേണ്ടി വരുന്നു. മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും ആ പാർട്ടിക്കകത്ത് തന്നെ വനിതാ നേതാക്കളുടെയും ഒക്കെ പിന്നെ സമ്മർദ്ദത്തിന് വഴങ്ങി സാമന്തപുത്രനെ പോലെ കൊണ്ടു നടന്നിരുന്ന പിന്നെ VD സതീശന് പോലും അയാളെ തള്ളിപ്പറയേണ്ടി വരുന്നു. മാധ്യമങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ തീരുമാനമെടുക്കേണ്ടി വരുന്നു. അപ്പോൾ അയാളെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായും അടുത്തൊരു തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെ ഒരു ടേം എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ടേം എന്ന് പറയുന്നത് അടുത്ത മെമ്പർഷിപ്പ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ അടുത്ത ടൈം പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഒരു പ്രസിഡന്റ് ഇല്ലാതായി കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ചുമതല കൊടുക്കുക. ഇത് ഏതൊരു സാധാരണ ഒരു ക്ലബ്ബാണെങ്കിൽ പോലും, ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ പോലും ഒരു പ്രസിഡന്റിന്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് വിദേശത്ത് പോയാൽ, പ്രസിഡന്റ് മാറിയാൽ, പ്രസിഡന്റിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയാതെ വന്നാൽ വൈസ് പ്രസിഡന്റിനാണ് ചുമതല കൊടുക്കുക. എന്നാൽ ഇവിടെ ഒരു സ്വാഭാവികമായ മാറ്റമല്ല, ഏറ്റവും മോശം രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ, സ്ത്രീകളെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഒരാൾ മാറ്റി നിർത്തപ്പെടുന്നു. സ്വാഭാവികമായും മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പിന്നെ അവരിൽ വിശ്വസിക്കുന്ന വൈസ് പ്രസിഡന്റിന് ചുമതല ലഭിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. നമ്മൾ മാത്രമല്ല, രമേശ് ചെന്നിത്തല പോലും ഒരു ഘട്ടത്തിൽ ആരാണ് അടുത്ത പ്രസിഡന്റ് എന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന അബിൻ വർക്കി ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ അബിൻ വർക്കി വൈസ് പ്രസിഡന്റായിട്ടുള്ള അബിൻ വർക്കി പ്രസിഡന്റ് ആകുന്നില്ല, അല്ലെങ്കിൽ ചുമതല കൊടുക്കുന്നില്ല. സ്വാഭാവികമായി പ്രസിഡന്റ് ഒഴിയുമ്പോൾ തന്നെ വൈസ് പ്രസിഡന്റ് ചുമതല കൊടുക്കണ്ട, അത് കൊടുത്തില്ല. എന്നാൽ പിന്നീട് കൂടിയാലോചനകൾ നടത്തി എല്ലാവിധ പരിശോധന നടത്തിയിട്ട് രണ്ടാമതോ മൂന്നാമതോ ഉള്ള ആൾക്ക് പകരം നാലാമത് നിൽക്കുന്ന ഒരാൾ പ്രസിഡന്റ് ആക്കുന്നു. അത് മാത്രമല്ല, വർക്കിംഗ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു വൈസ് പ്രസിഡന്റ് വർക്കിംഗ് പ്രസിഡന്റിനെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരിക്കലും നീതിയാനിപ്പോ ഒരാളുടെ പക്ഷം അയാള് പിന്നെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു എന്നാണ് അവിടെ തന്നെ ആളുകൾ പറയുന്നത്. എൻ്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ പിന്നെ കൂടുതൽ പറഞ്ഞു പോകുന്നതിൽ ഒരു ശരികേടുള്ളതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഈ ആളുകളൊക്കെ ഇപ്പോൾ ജനീഷ് ആണെങ്കിലും ഈ അബിൻ വർക്കി ആണെങ്കിലും ഈ ബിനു ചുള്ളിയിലാണെങ്കിലും ഞങ്ങളൊക്കെ ഒരേ സമയത്ത് കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളുകളാണ്. ഞാൻ വ്യക്തിപരമായ കാര്യമല്ല പറയുന്നത്, സമൂഹം ഇതിങ്ങനെ കാണുകയാണ്. ഒരു പ്രസിഡന്റിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് വൈസ് പ്രസിഡന്റാണ് സ്വാഭാവികമായിട്ട് വരേണ്ടത്. ഇനിയിപ്പോൾ ഏതാനും വർഷങ്ങളാണ് ഈ കമ്മിറ്റിയുടെ കാലാവധി. ആ കാലാവധി പൂർത്തിയാക്കുന്നത് വരെ വൈസ് പ്രസിഡന്റ് ചുമതല കൊടുക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക നീതിയാണ്. ഇപ്പം ഞാൻ KSU ജില്ലാ പ്രസിഡന്റ് ആകുന്ന സമയത്ത് അബിൻ വർക്കി KSUവിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. ആ ജൂനിയർ ആയിട്ടിരുന്ന അബിൻ വർക്കി തെരഞ്ഞെടുപ്പിലൂടെ ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണയോടുകൂടി വൈസ് പ്രസിഡന്റായി വരുന്നു.
അയാൾ തന്നെ പറയുന്നു ലക്ഷക്കണക്കിന് രൂപ ഞാൻ ചെലവഴിച്ചിട്ടാണ് പിന്നെ പ്രസിഡന്റ് ആകുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ആണ് ഒരാൾ പ്രസിഡന്റ് ആയത്. വ്യാജ ID കാർഡുകൾ കൂടി നിർമ്മിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് ആകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇത്ര ലക്ഷക്കണക്കിന് മെമ്പർഷിപ്പുള്ള യൂത്ത് കോൺഗ്രസ് ബൂത്തിലെ കമ്മിറ്റിയുടെ എണ്ണമൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 100 കണക്കിന് ആളുകളുണ്ടാവും യൂണിറ്റ് കമ്മിറ്റിയിൽ. ആ യൂത്ത് കോൺഗ്രസിന് വയനാട് ഫണ്ട് പിരിക്കാൻ പറ്റിയത് 88 ലക്ഷമാണ് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് ലക്ഷങ്ങൾ കോടികളാണ് ഇവർ ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായ നീതി വൈസ് പ്രസിഡന്റ് ചുമതല കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുണ്ടാകുന്നില്ല. ഈ കമ്മിറ്റിയിലേ ഇല്ലാത്ത ബിനു ചുള്ളിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്നു. അതുപോലെ 4ാമത് നിൽക്കുന്ന ജനീഷിനെ പ്രസിഡന്റ് ആക്കുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളാണ്, പ്രതിപക്ഷ നേതാവായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് പോലും ഇതിൽ അമർഷമുണ്ടെങ്കിൽ പോലും അത് പറയാനോ അത് പറഞ്ഞ് നീതി വാങ്ങിക്കൊടുക്കാനോ കഴിയുന്നില്ല. ഇതാണ് കഴിഞ്ഞ വർഷങ്ങളായി ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു നീതീകരണവുമില്ലാതെ ഏതൊക്കെയോ താല്പര്യത്തിനനുസൃതമായിട്ട് ആളുകളെ കൊണ്ടുവന്ന് ഭാരവാഹിത്വത്തിൽ ഇരുത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ കൺമുമ്പിൽ ഇത് സംഭവിക്കുകയാണ്. പാർട്ടിക്കകത്ത് നടക്കുന്ന തെറ്റായ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പോലും പറ്റാത്ത ആളുകൾ എങ്ങനെയാണ് പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അന്ന് ചോദിച്ചൊരു ചോദ്യം അതാണ്. അപ്പൊ ഇതൊരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാനിങ് ഉണ്ട്, ഒരു തിരക്കഥയുണ്ട്. ആ തിരക്കഥക്ക് അനുസൃതമായി ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് പിന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായ സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ചർച്ചയിൽ സണ്ണിക്കുട്ടി അബ്രഹാം ആണല്ലോ ഉമ്മൻചാണ്ടി സാറിന്റെ ആത്മകഥ എഴുതിയതും അദ്ദേഹമാണ് കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, എനിക്ക് മുമ്പ് അറിയാവുന്ന കാര്യമാണ്. തിരുവനന്തപുരത്തുള്ള JS അഖിലിന്റെ പേരാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഉമ്മൻചാണ്ടി സാറ് മുന്നോട്ട് വെച്ചത്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് VD സതീശന്റെ കൂടി താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സൈക്കോപാത്തായിട്ടുള്ള, അന്ന് തന്നെ ഒരുപാട് പരാതികളുണ്ട്, അന്ന് തന്നെ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ച പരാതികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇയാളെ ഷാഫി പറമ്പിലിന്റെ താല്പര്യം അനുസരിച്ചിട്ട് ഇയാളെ പ്രസിഡന്റായി കൊണ്ടുവരുന്നു. ഉമ്മൻചാണ്ടി സാർ അതിന്റെ പേരിൽ രൂക്ഷമായി പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊക്കെ സണ്ണിക്കുട്ടി അബ്രഹാമിന് അറിയുന്ന കാര്യമാണ്, കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ്. അന്ന് ഇയാളെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കി. അത് കഴിഞ്ഞ് പാലക്കാട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും ഇത്തരത്തിലുള്ള പരാതികളും ഒക്കെ നിലനിൽക്കുമ്പോൾ അയാളെ പാലക്കാട് MLA ആക്കി. അപ്പോൾ യൂത്തിനെ ഏത് തരത്തിലും യൂത്തിൻ്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നുകൊണ്ട്, അത് വയനാട് ഫണ്ട് തട്ടിപ്പാണെങ്കിലും കുഴപ്പമില്ല, സ്ത്രീ പീഡനമായാലും കുഴപ്പമില്ല, സ്ത്രീ പീഡകനെതിരെ സംസാരിച്ചതിൻ്റെ പേരിൽ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള, താര ടോജോ അലക്സ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കളെ പുലഭ്യം പറയാൻ വേണ്ടി ഇവരൊരു സംവിധാനം ഉപയോഗിക്കുകയാണ്. അങ്ങനെ എല്ലാ തരത്തിലും അസാൻമാർഗിക പ്രവർത്തകരുടെ ഒരു കൂട്ടമായി, ഒരു കോക്കസായി ഈ KC വേണുഗോപാലിനെ പിന്തുണക്കുന്നു എന്ന് പറയപ്പെടുന്ന ഷാഫി പറമ്പിലും അതുപോലെ ഒരു ഗ്യാങ്ങും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് മാത്രം, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം അംഗീകാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ്, ഇപ്പോൾ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ സമയത്ത് ഞാൻ കഴിഞ്ഞ കാല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചപ്പോൾ ഒരാൾ പോലും, എനിക്കൊന്ന് T സിദ്ദീഖ് മാത്രമാണ് എന്നാണ് എൻ്റെ ഓർമ്മ, T സിദ്ദീഖ് മാത്രമാണ് ജനീഷിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരു യൂത്ത് കോൺഗ്രസിന് പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണല്ലോ, അവിടെ ഒരു അഭിനന്ദന പോസ്റ്റ് ഇടാൻ പോലും ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച്, ഷാഫി പറമ്പിലിന് താല്പര്യമുള്ള ഒരു പ്രസിഡന്റ് വന്നിട്ടും എന്തുകൊണ്ടാണ് അഭിനന്ദന പോസ്റ്റ് ഇടാത്തതിനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അയാൾ പ്രസിഡന്റ് ജനീഷ് ആവുന്നതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റായിട്ട് ഏതാനും ചില ആളുകൾ 2-3 പേരുകൾ പറഞ്ഞിരുന്നു. ആ പേരുകൾ വയ്ക്കാത്തത് കൊണ്ടാണ് അയാൾ പോസ്റ്റ് ഇടാത്തത്. ബിനു ചുള്ളിയിലിനോട് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ആളാണ് എങ്കിൽ പോലും ഷാഫി പറമ്പിലിന് വ്യക്തിപരമായി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അയാളുടെ പേര് കൂടി വെക്കണം എന്നതുകൊണ്ടാണ് പോസ്റ്റ് ഇടാത്തത്. ഇതൊക്കെ കോൺഗ്രസിനകത്തുള്ള ആളുകൾ പറയുന്നതാണ്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ഈഗോയും കോംപ്ലക്സും വെച്ചുകൊണ്ട് അധികാരത്തിൽ വരുമ്പോൾ എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് VD സതീശൻ ആഗ്രഹിക്കുന്നു, എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നു, K സുധാകരൻ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല വിദേശത്ത് നടത്തി കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു, എന്നെ നിർബന്ധിച്ചാൽ ഞാൻ അതിനുവേണ്ടി വാശി പിടിക്കില്ല, പക്ഷേ എനിക്ക് അതിനുള്ള ക്ലെയിം ഉണ്ട് എന്ന് പറയുന്നു.
തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷനോ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളോ ഒന്നും പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ അടി തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ കണ്ടതാണ് കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ നാട മുറിക്കുമ്പോൾ അതിലൊന്ന് ഒരു സെക്കൻഡ് നിന്നാൽ ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത ഈ ആളുകൾ, ജനങ്ങൾ ഇത് വിലയിരുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തിൻ്റെ നാട മുറിക്കാൻ പോലും ചേർന്ന് നിൽക്കാൻ പറ്റാത്ത ഇവരെ കൊണ്ട് ഈ നാട് ഭരിക്കാൻ പറ്റുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുമെന്നാണോ ഇവർ കരുതുന്നത്? ഇത്രയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ദേശീയ തലത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഇവർക്ക് ഒരു സമരമോ ഒരു പ്രതിഷേധമോ നടത്താൻ കഴിയുന്നില്ല. ഇവരിപ്പോൾ ഒരു സംരക്ഷ യാത്ര എന്ന് പറഞ്ഞിട്ട് യാത്ര നടത്തി. ആ യാത്രയുടെ ക്യാപ്റ്റൻ പോലും, വിശ്വാസ സംരക്ഷണ യാത്രയുടെ ക്യാപ്റ്റൻ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ഈ പറയുന്ന KC വേണുഗോപാലിലും ഈ പറയുന്ന VD സതീശനിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പാതി വഴിക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോയ കാഴ്ച നമ്മൾ കാണുകയാണ്. അങ്ങനെ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടർ നടത്തുന്ന എന്തൊക്കെയോ തമാശ പരിപാടികൾ ജനങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രീയം പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ശ്രീ M. ജയചന്ദ്രൻ, താങ്കൾ ആലപ്പുഴക്കാരൻ കൂടിയാണ്, ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഏറെക്കാലമായി മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായ മനുഷ്യൻ എന്ന നിലയിൽ കൂടിയും ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ കൂടിയും യഥാർത്ഥത്തിൽ രാജ്യസഭാ സീറ്റ് BJPക്ക് പോകുമെന്ന് അറിഞ്ഞിട്ട് പോലും അത് കളഞ്ഞ് ലോക്സഭയിൽ മത്സരിക്കാനായി KC വേണുഗോപാൽ എത്തിയപ്പോൾ പറഞ്ഞിരുന്നത് ദേശീയ തലത്തിൽ മത്സരിക്കാൻ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കാനുള്ള മണ്ഡലമൊരുക്കാനാണ്, മോദി സർക്കാരിനെതിരായി ഫൈറ്റ് നടത്താനാണ്, രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാനാണ് എന്നായിരുന്നു. ഇപ്പോഴിതാ കേരളത്തിൽ കളം പിടിക്കാനുള്ള ചലനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ചെന്നിത്തലയുമായി ചില അന്തർധാരകൾ രൂപപ്പെടുന്നു, അത് സതീശന് മണക്കുന്നു, ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും KC വേണുഗോപാലിൻ്റെ ഇപ്പോഴത്തെ വരവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ, VD സതീശന് നേരിട്ടുണ്ടാക്കുന്ന ആഘാതങ്ങൾ, ഇതൊക്കെയാണോ ഇന്ന് അദ്ദേഹത്തിൻ്റെ റെഡ് അലർട്ട് എന്ന പരാമർശത്തിലൂടെ വായിച്ചെടുക്കേണ്ടത്? അജിംഷാദെ, ഞാൻ താങ്കളുടെ ചോദ്യത്തിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ഒന്ന് പറയണമല്ലോ. അത് ആ പശ്ചാത്തലം നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സാധാരണ മലയാളത്തിൽ, ഒറ്റ മലയാളത്തിൽ, നാട്ടുമലയാളത്തിൽ പറഞ്ഞാൽ പാളയത്തിൽ പട എന്നല്ലാതെ മറ്റൊന്നും ഒരാൾക്കും പറയാൻ തോന്നില്ല. അപ്പൊ അത് തന്നെയാണല്ലോ ഷാനിബ് വേറെ രൂപത്തിൽ പറഞ്ഞ കോൺഗ്രസിലുള്ള ആൾക്കാര് അദ്ദേഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളാണല്ലോ അദ്ദേഹം ഇപ്പോ ഈ ചർച്ചയിൽ പങ്കുവെച്ചത്. അപ്പൊ പാളയത്തിൽ പട എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല, കോൺഗ്രസിൽ ആ പാർട്ടി അനുഭവിക്കുന്ന ഒരു കാര്യമായിട്ട് കാണുകയാണ്. ആ കാണലിന്റെ ഏറ്റവും വലിയ ഈ തെളിച്ചമുള്ള അല്ലെങ്കിൽ തെളിമയാർന്ന മറ്റു ചില പ്രകടിത ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള തീരുമാനം. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് അദ്ദേഹത്തിനുള്ള ഒരു ദിവസം നമ്മൾ വൈകുന്നേരം ഒരു ചർച്ചയിൽ ഞാനും ഉണ്ടായിരുന്നു. ഇന്ന് അജിംഷാദ് ആയിരുന്നല്ലോ ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തെ പറ്റി പ്രധാനമായിട്ടും വന്ന അവിടുത്തെ തൃശ്ശൂരെ ഒരു DCC അംഗം തന്നെ നമ്മുടെ ദീപാദാസ് മുൻഷിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത് വയനാട് ഫണ്ടിന് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് കളക്ട് ചെയ്ത പണത്തിൽ 18 ലക്ഷം രൂപ അടിച്ചു മാറ്റിയ വിരുദ്ധനാണത്രേ പുതിയ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. എന്റെ ആക്ഷേപമൊന്നുമല്ല കേട്ടോ, ഇത് ദീപാദാസ് മുൻഷിക്ക് രേഖാമൂലം കൊടുത്ത പരാതിയിൽ പറയുന്ന കാര്യമാണ്. ആ കാര്യം ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ ചർച്ചയിൽ. അതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ മറ്റൊന്ന്, പ്രേമേന്ദ്രൻ MP കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയൊരു പുകില് നടപ്പാക്കാൻ നോക്കിയല്ലോ. ബീഫ്, പൊറോട്ട, ബിന്ദു അമ്മന്, കനകദുർഗ ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തായിരുന്നു അതിന് ഉള്ളടക്കം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് കഴിഞ്ഞ ദിവസങ്ങളെ അനുഭവിക്കേണ്ടി വരുന്ന രാഷ്ട്രീയമായ വലിയ ക്ഷീണം, ആ ക്ഷീണത്തിന് നേരിയൊരു മൂതുപടം ഇടാനായിട്ട് തന്നെ കൊണ്ടാകാവുന്നത് ചെയ്യാം എന്നുള്ള ഒരു ഉത്സാഹ കമ്മിറ്റിയുടെ ഏകാംഗ ഉത്സാഹ കമ്മിറ്റിയായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയ പാടെ പഴച്ചുപോയി, പറഞ്ഞതെല്ലാം പാഴായും പോയി. അത് വേറൊരു കാര്യം. അത് കഴിഞ്ഞപ്പോ ഇന്ന് കാണുന്ന എന്താണ്? അതിനേക്കാളും വിചിത്രമായ കാര്യമല്ലേ ഇന്ന് കാണുന്നത്? വേണുഗോപാൽ ഒരു കാര്യം പറയുന്നു, അതിന് നേരെ വിപരീതമായ മറ്റൊരു കാര്യം പ്രതിപക്ഷ നേതാവ് പറയുന്നു. PMC വിഷയത്തിൽ തന്നെ അത് എന്താ വാങ്ങിച്ച കുഴപ്പമെന്നേ എന്ന് ചോദിക്കുന്ന ആരാണ്? പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് എന്താണ് കുഴപ്പം?
അത് കേരളത്തിന് അർഹതപ്പെട്ട പണം കിട്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് കർണാടക, വാങ്ങിക്കുന്നത് തന്നെ തെലങ്കാന, പഞ്ചാബ്, രാജസ്ഥാനിൽ അതുകൊണ്ടാണ്. കോൺഗ്രസ് അതുകൊണ്ടാണ്. ഭരിക്കുന്ന ഘട്ടത്തിലൊക്കെ അവർ വാങ്ങിയിട്ടുണ്ട്. അതുപോട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് എത്തിയാം. ഇപ്പോഴും രേവന്ത് റെഡ്ഡിയും സിദ്ധരാമയ്യൊക്കെ വാങ്ങിച്ചല്ലോ. അതടക്കമാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനൊക്കെ പറഞ്ഞു വരുമ്പോ ഇതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്? ഏറ്റവും ഒടുവിൽ നടന്നത് ഈ കോൺഗ്രസ് പുനഃസംഘടനയായിരുന്നല്ലോ നടന്നത്. ഭാരവാഹികളെ പുനഃസംഘടിപ്പിക്കുകയാണ് നടന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്റെയും കൂടെ സുഹൃത്തായിട്ടുള്ള ഒരു മന്യ സുഹൃത്തായിട്ടുള്ള അനിലിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ചെമ്പഴന്തി അനിൽ എന്താ എന്റെ ഗതി ഒന്ന് നോക്കൂ. അവസാനം ആ ഇരുന്ന കസേരയും കൂടെ അടിച്ചുകൊണ്ട് പോയി ശക്തൻ. ചെമ്പഴന്തി അനിലിന് സീറ്റില്ല. ആ സ്ഥിതിയായില്ലേ? അതങ്ങനെയായി. നേരത്തെ വേറൊരാളെ MP ആക്കി, വനിതാ MP ആക്കി കൊണ്ടുവരികയും അവരെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തിരുത്തുകയും ചെയ്ത ഒരു ചരിത്രവും കഥയൊക്കെ മുമ്പിലുണ്ടല്ലോ. നമ്മളത് മറന്നിട്ടില്ലല്ലോ. അങ്ങനെയുള്ള ചരിത്രങ്ങൾ വേറെയും ഉണ്ട്. ഇനി ചെയ്യേണ്ട വരാനിരിക്കുന്ന അടുത്ത നടപടി എന്താണ്? അടുത്ത നടപടി DCC പ്രസിഡന്റുമാരെ പുനഃസംഘടന നടക്കുമല്ലോ, ഉടനെ നടക്കുമല്ലോ. ഏറ്റവും ശുഭാപ്തി വിശ്വാസിയായ ശ്രീ B. റജി പോലും അവകാശപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പുനഃസംഘടന കോൺഗ്രസിൽ DCC പ്രസിഡന്റുമാരുടെ പുനഃസംഘടന നടക്കുമെന്ന്. അത്തരത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ കുഴഞ്ഞ. ജനാധിപത്യ പാർട്ടിയാണല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവാത്തതാണ് ശ്രീ ജയചന്ദ്രൻ. അതെ, അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന ഒരു പാർട്ടിയാണ്. ഈ 10 വർഷത്തിന് ശേഷം കേരളത്തിന്റെ ഭരണം പിടിച്ച് ആർക്ക് കൊടുക്കും? വേണുഗോപാൽ പറയുന്നത് UDF-നെ ഭരണം പിടിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് താൻ വഹിക്കുന്നത്. ആ ചുമതലയാണ്. ഇത്തരക്കാർക്കല്ലേ ജനങ്ങൾ ഭരണം കൊടുക്കാൻ പോകുന്നത്? തമ്മിൽ തല്ലി തലകീറാൻ നിൽക്കുന്ന ഇത്തരക്കാരെ ജനങ്ങൾ ഏത് നിലയിൽ, ഏതളവിൽ, ഏത് കാലത്ത് വിശ്വസിക്കുമെന്നാണ് ഇവരുടെ ആ ഭാഷ പറയാൻ മോശമാണ്. വ്യാകരണപരമായ തെറ്റല്ലെങ്കിൽ കൂടി, അൺപാർലമെന്ററി അല്ലെങ്കിൽ കൂടി ഞാനത് പ്രയോഗിക്കുന്നില്ല. കാരണം നമുക്കൊക്കെ പ്രിയപ്പെട്ടവനാണല്ലോ B. റജി, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പൊ അതാണ് അത്തരത്തിലുള്ള ഈ റെഡ് അലർട്ട് എന്ന് സതീശൻ പറഞ്ഞതിന്റെ ഗുട്ടൻസ് എന്താണ്? അതെ, ചുവന്ന മുന്നറിയിപ്പ് എന്ന് മലയാളത്തിൽ തന്നെ പറയണത്. ചുവന്ന മുന്നറിയിപ്പാണ്. ഈ ചുവന്ന അപകടമാണെന്നാണ് പുള്ളി പറയുന്നത്. അതെ, ഏതായാലും അതിന് മറ്റു ഭാഷയുണ്ട്. ഈ ചുവപ്പ് തന്നെ തുടരുമെന്ന് സതീശന്റെ ഉള്ളിലുള്ള കാര്യം പുറത്തെത്തിയതാണോ എന്തോ? അല്ല, നമ്മളെ നമ്മളോട് നമുക്ക് പറഞ്ഞു തരികയും കൂടെയാണ്. ഈ സംഗതി അലർട്ടായിരിക്കുകയാണ്, അത് റെഡ് തന്നെയാണ് എന്ന് കേരളീയരെ ബോധ്യപ്പെടുത്തുകയും കൂടിയാണ് കാര്യം. അത് പച്ചയ്ക്ക് പറയല്ലേ, ഒളിവും മറവും ഇല്ലാതെ തന്നെയാണ് പറയുന്നത്. സംഗതി അലർട്ടാണ്, പക്ഷെ നിറം റെഡാണ്. അത് ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് വേറെ അടുത്തൊരു ഭീഷണിയും കൂടെ ഈ വാർത്താ മാധ്യമങ്ങൾ തന്നെ, ചാനലുകൾ തന്നെ പറയുകയാണ്. ഇനിയും തനിക്കിഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഈ നേതൃ പദവികളിൽ മാറ്റമുണ്ടാക്കിയാൽ പരസ്യമായി തന്നെ കലഹിക്കും എന്ന് പ്രതിപക്ഷ നേതാവ് ഭീഷണി മുഴക്കിയതായും ചില ദൃശ്യമാധ്യമങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒരു വേളയിൽ അദ്ദേഹം അങ്ങ് പൊട്ടിപ്പറഞ്ഞു. കാരണം ഈ അടികൊണ്ടവരും കേസുള്ളവരുമായ അനേകം പേരുണ്ട്, അവർക്കൊക്കെ അർഹതപ്പെട്ടത് കൊടുക്കാത്തതിലുള്ള പരിഭവം അദ്ദേഹം പരസ്യമായി പങ്കുവച്ചു. ഇതിപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പം ഷാരിബിനോ അജിംഷാദിനോ എനിക്കോ റജിക്കോ കൊടുക്കാൻ പറ്റുമോ ഇവർക്ക്? ഈ കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവരുടെ പ്രസ്ഥാനം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ പൊട്ടിത്തെറി ഇനി കലാപമായിട്ട് വളരുകയല്ലേ ഉള്ളൂ. ഇപ്പൊ പൊട്ടിത്തെറിയായുള്ളൂ, അതിന് തെരുവിൽ കലാപമായിട്ട് വരികയല്ലേ ഉള്ളൂ. അതല്ലേ അനുഭവങ്ങൾ, കോൺഗ്രസിലെ ഇതപര്യന്തമുള്ള അനുഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതും അത് തന്നെയല്ലേ? അത് തന്നെയാണ് കേരളം കാണാൻ പോകുന്നു എന്നുള്ളതിന് അടിവരയിടുകയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചെയ്തെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. അജിംഷാദ്, തീർച്ചയായും. B. റജി, ഈ അപായത്തിൻ്റെ അലർട്ട് കൃത്യമായി പറഞ്ഞാൽ ആ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ P. സരിനും AK ഷാനിബും ഒക്കെ നിരന്തരം പറഞ്ഞതാണ്. ഈ അപായത്തിൻ്റെ അലർട്ട് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്, ഈ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, സതീശൻ ത്രയം വരുത്തി വെക്കുന്ന അപകടം, വിന, അതെത്ര കണ്ട് കോൺഗ്രസിൻ്റെ കൾച്ചറിനുണ്ടാക്കുന്ന ഇടിവ്, അതൊക്കെ താമസിയാതെ ലേറ്റായാലും ലേറ്റസ്റ്റായി എത്തുമെന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ വെളിവായി. ഇപ്പോൾ പാളയത്തിൽ പടയും തുടങ്ങി. തീർച്ചയായും കോൺഗ്രസ്സിന് റെഡ് അലർട്ട് തന്നെയാണ്. കോൺഗ്രസ്സിന് ഒരു തരത്തിലുള്ള റെഡ് അലേർട്ടും ഇല്ല. ഇവിടെ
ശ്രീ എ കെ ഷാനിബ് അദ്ദേഹം മുൻകാലത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ വ്യക്തിപരമായ വൈരാഗ്യം അദ്ദേഹം ചർച്ചയിലൂടെ പ്രതിഫലിപ്പിക്കുന്നു. അതാണ് കൂടുതലായിട്ട് കണ്ടത്. അപ്പം ഇവിടെ ആദരണീയനായ നമ്മുടെ ജയചന്ദ്രൻ സാർ, വ്യക്തിഹത്യയിലേക്ക് പോകരുത്. ആദരണീയനായ ജയചന്ദ്രൻ സാറ് ഇവിടെ വളരെ വിശദമായിട്ട് ഒരു അവലോകനം നടത്തുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടതുപക്ഷ ചിന്തകളുടെ അങ്ങേ അറ്റത്തെ ഒരു എക്സ്ട്രീം സ്റ്റേജിലാണ് അദ്ദേഹം അത് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കൂട്ടത്തല്ലേ ഉണ്ടാകും, എന്തുവാണ് പാളയത്തിൽ പട, തമ്മിൽ തല്ലി ഇത് ഇല്ലാതാകും എന്നൊക്കെയുള്ള രീതിയിൽ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മോഹങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് അതിശക്തമാണ്, പുനഃസംഘടന ഈ പുതിയ നേതൃത്വം വന്നതോടുകൂടി കോൺഗ്രസ് ഒറ്റ ശബ്ദത്തിൽ ഐക്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഓരോ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ പുനഃസംഘടന എന്ന് പറയുന്നത്. അതായത് ഈ നോക്കൂ, ഓരോ പാർട്ടികൾ അവരുടെ സംഘടനാപരമായ തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട് പല വിധത്തിലുള്ള സമ്മേളനങ്ങളുടെ രൂപത്തിൽ, പാർട്ടി കോൺഗ്രസുകളുടെ രൂപത്തിൽ ഒക്കെ. കൃത്യമായി 3 വർഷത്തിനുള്ളിൽ അവരുടെ ഒരു സംഘടനാ സെറ്റപ്പ് നാം കാണാറുണ്ട്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയിൽ നടത്താറുണ്ട്. ഈ ജനാധിപത്യ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിൽ പുനഃസംഘടന പോലും ഒറ്റയ്ക്കാണ് നടക്കുന്നത്. DCC പ്രസിഡന്റുമാർ ഒരു തത്തി, സെക്രട്ടറിമാർക്ക് ഇനി വേറൊരു തത്തി, ഇനി യൂത്ത് കോൺഗ്രസ്സിന് വേറൊരു തത്തി, ഇനി മറ്റ് ഭാരവാഹികൾക്ക് വേറൊരു തത്തി. ഇതൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചാൽ തന്നെ, ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ പ്രഖ്യാപിച്ചാൽ തന്നെയും അടിയോടടി. അതിൻ്റെ ഏറ്റവും പുതിയ കൾമിനേഷനാണ്, പരിണാമമാണ് ഇപ്പോൾ നാം കണ്ട ഈ KC വേണുഗോപാൽ, റെഡ് അലർട്ട്, VD സതീശൻ. കോൺഗ്രസിന് അതിൻ്റെതായ സംഘടനാ സംവിധാനമുണ്ട്. 34 ലക്ഷം പേരാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ അംഗത്വമുള്ളത്. ആ കോൺഗ്രസ്, അതായത് 5.5 ലക്ഷം പേര് മാത്രമേ ഉള്ളൂ CPM-ൻ്റെ അംഗത്വം. ഇവിടെ 34 ലക്ഷത്തിലധികം വരുന്ന ഒരു വലിയ അംഗത്വമാണ് കോൺഗ്രസിനുള്ളത്. ആ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അത് തുടർന്നു വരുന്ന ചില രീതികളുണ്ട്. അത് ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് നിശ്ചയിക്കുന്ന ഒരു നേതൃനിരയെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ, അതായത് നമുക്കറിയാമല്ലോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയിലൊന്നാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അപ്പോൾ അത് തുടർന്നു വരുന്ന ഒരു പാരമ്പര്യമുണ്ട്. ഏതാണ്ട് 140 വർഷത്തെ ഒരു ചരിത്രം അതിനുണ്ട്. അത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളെയും കൂട്ടിച്ചേർക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമാണ് അതിൽ സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അതിൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരു ആന ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തഴമ്പ് കാണില്ലെന്ന് കരുണാകരൻ DIC ഉണ്ടാക്കുന്ന വേളയിൽ പറഞ്ഞതാണ്. അത് ഫേമസ് ആണ്. സോണിയാഗാന്ധിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസിനെ കാണുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസ് ശക്തമാകുന്നതിൽ വല്ലാതെ വിഷമിച്ച് ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പ്. അതാണ് ഈ ഷാനിബിനെ പോലുള്ളവർക്കുള്ള പ്രശ്നം. ഇതാണ് 34 ലക്ഷം, നിങ്ങൾക്കിപ്പോൾ ഉള്ളത് 5 ലക്ഷം അംഗങ്ങൾ, അവിടെ 34 ലക്ഷം പേരുണ്ട്. അതിനെ മാനേജ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതാണ് ഷാനിബിനെ പോലുള്ളവർ അത് മനസ്സിലാക്കാത്ത. എന്താണ് അല്ല, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടല്ലോ. കമന്റ് പറയട്ടെ, താങ്കൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണെന്ന് തോന്നുന്നു. ഷാനിബ് പേപ്പറ അല്ല, അത് എങ്ങനെയാണ് ഈ മെമ്പർഷിപ്പ് എന്ന് എനിക്ക് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നതിൻ്റെയോ മെമ്പർഷിപ്പ് പ്രവർത്തനം നടന്നതിൻ്റെയോ ആകെ ഒരു ഒറ്റ തവണ മാത്രമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നിട്ട് എൻ്റെ ഈ 10-22 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം എപ്പോഴെങ്കിലും മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉണ്ടായതായോ മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനമോ അതിൻ്റെ ഒരു തുടർച്ചയോ ഒക്കെ ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പുതിയതായിട്ട് ആൾക്കാർ വരുമ്പോൾ മെമ്പർഷിപ്പ് കൊടുത്തു എന്ന് പറയുന്നു എന്നല്ലാതെ എത്രയാണ് മെമ്പർഷിപ്പിൻ്റെ തുക എന്നോ എങ്ങനെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതെന്നോ അദ്ദേഹം പറയുകയാണെങ്കിൽ പറയട്ടെ. എന്താണ് ഈ ഭരണഘടനയിൽ എങ്ങനെയാണ് 10 രൂപ കൊടുക്കുന്നത്? വെറും 10 രൂപ കൊടുത്ത് അങ്ങേക്ക് ഇനി അങ്ങ് തിരിഞ്ഞു വരികയാണെങ്കിൽ വളരെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്നു. ഒരു 10 രൂപ മെമ്പർഷിപ്പ് മാത്രമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നതിനായിട്ട്. എന്ന് മുതൽ എന്ന് വരെയാണ് മെമ്പർഷിപ്പിന്റെ ഒരു കാലാവധി? എങ്ങനെയാണ്, എത്ര കാലത്തേക്കാണ് മെമ്പർഷിപ്പ്? എന്നായിരുന്നു അത്? എവിടെ വെച്ചായിരുന്നു അതിന്റെ പാർട്ടി ഭരണഘടനയിൽ അത് സംബന്ധിച്ച് അങ്ങ് വെബ്സൈറ്റ് ഒന്ന് ദയവായിട്ടൊന്ന് നോക്കിയാൽ അതിനകത്ത് വിശദമായിട്ടുണ്ട്. ആ വെബ്സൈറ്റ് അതുവഴി തന്നെ ഓൺലൈനിലായിട്ട് തന്നെ അങ്ങേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അത് സംബന്ധിച്ച് അങ്ങ് എന്തായാലും ഇതിൽ നിന്ന് ഇപ്പോൾ അകന്നു നിൽക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നില്ല. മറിച്ച് ഇത് കാണുന്ന ലക്ഷോപലക്ഷം ആളുകളുണ്ടല്ലോ, അവർക്ക് ഇതിൻ്റെ കോൺഗ്രസിൻ്റെ ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ വലിയ ശക്തമായ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴി ആപ്ലിക്കേഷൻ നൽകാം. അതുപോലെ പാർട്ടി പ്രാദേശിക നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കാം. ഇത് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത്. എന്തുകൊണ്ട് കേഡർ പാർട്ടികളിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ല? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് കഴിഞ്ഞ 2 വർഷം മുമ്പ് വയനാട്ടിൽ വെച്ച് ചിന്തൻ ശിബിർ എന്ന് പറഞ്ഞിട്ട് വയനാട് വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തിയിരുന്നു കോൺഗ്രസ്. ആ ക്യാമ്പിൽ കോൺഗ്രസ് തീരുമാനിച്ചത്
ഇതൊരു സെമി കാഡർ പാർട്ടിയാകാൻ പോകുന്നു എന്നാണ്. അതിൻ്റെ രേഖയും വെബ്സൈറ്റിലുണ്ടെങ്കിൽ ഉണ്ടാവും. അതിൻ്റെ വാർത്തകൾ അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ അന്ന് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അന്ന് തീരുമാനം സെമി കാഡർ ആക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ CUC ഉണ്ടാക്കുന്നു എന്നാണ്. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, പിന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആരും അവതരിപ്പിച്ച പ്രമേയം പിന്നീട് അംഗീകരിച്ചു. പരസ്പരം സഖാവെ എന്ന് വിളിക്കണം എന്നാണ്. അതുപോലെ തന്നെ പിന്നെ ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ഇനി കോൺഗ്രസ്സുകാർ വിളിക്കണം, അത് വിളിക്കുന്നത് തെറ്റില്ല എന്നാണ്. ഇതൊക്കെ തീരുമാനിച്ചിട്ട് ഈ തീരുമാനമൊക്കെ നടപ്പിലാക്കിയോ, അതോ ഈ തീരുമാനം ഞാൻ വെറുതെ പറയുന്നതാണോ? അങ്ങനെ തീരുമാനം പാർട്ടിയുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നോ? വയനാട് വെച്ച് നടന്ന ക്യാമ്പിൽ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിരുന്നോ? ഈ ഇൻകുലാബ് സിന്ദാബാദ് വിളിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ അങ്ങയുടെ മൗത്തിൽ നിന്നാണ് കേൾക്കുന്നത്. പക്ഷേ CUC രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞു. 25,000-ലധികം CUC കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു. 90 ലക്ഷം ലഘുലേഖകളാണ് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കുള്ളിൽ അത് അച്ചടിച്ച് ഈ CUCകൾ വഴി ഈ കേരളത്തിലുള്ള മുഴുവൻ ഫാമിലികളിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, അടിസ്ഥാനപരമായിട്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ വിതരണം ചെയ്തത്. കോൺഗ്രസിൻ്റെ മാസ് ബേസ് അടിസ്ഥാന തലത്തിൽ അതിശക്തമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും തെളിവാണ് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലുള്ള വിശ്വാസ സംരക്ഷണ യാത്രയിലേക്ക് അണികൂടിയ 10,000-കണക്കിന് ആളുകളാണ് 4 മേഖലാ ജാഥകൾ നടത്തിയപ്പോൾ അതിലേക്ക് കാണിച്ചല്ലോ. 10,000-കണക്കിന് ആളുകൾ ഒഴിഞ്ഞ കസേര ഞങ്ങൾ കണ്ടു, അത് പകർത്തുകയും ഞങ്ങൾക്കിട്ടും കിട്ടി. അതിപ്പോ അത് കൈരളി കാണിച്ചിരുന്നു. 10,000-കണക്കിന് ആൾ. ക്യാപ്റ്റൻ തന്നെ വഴിയിൽ ഇറങ്ങിയിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പോയ യാത്രയെ കുറിച്ചല്ലേ അങ്ങ് പറയുന്നത്? സമ്മേളനം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോയതിനു ശേഷം കസേരയുടെ കാര്യം എടുത്തിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല അങ്ങ് അജിം സാർ അങ്ങൊക്കെ പറഞ്ഞിരുന്നല്ലോ, K മുരളീധരൻ അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം അതിശക്തമായ ഒരു പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തത് അങ്ങ് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ കാണാൻ കഴിയും. യൂട്യൂബിൽ കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് അതെന്തായി? കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വം അതൊക്കെ ഐക്യരൂപത്തിൽ എന്താണ് ഐക്യമദ്യത്തോടു കൂടി അല്ലെങ്കിൽ ഐക്യത്തോടു കൂടി ഈ സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകാൻ പ്രാപ്തിയുള്ളവരാണ്, കഴിവുള്ളവരാണ്, കൂട്ടായ നേതൃത്വമാണ്. അതിന് ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാരുണ്ട്, കമ്മിറ്റഡ് ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട്, ജനാധിപത്യത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നവരുണ്ട്, മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഇൻക്ലൂസീവ് ഗ്രോത്തിലും വിശ്വസിക്കുന്നവരുണ്ട്. അവരത് ഭംഗിയായിട്ട് ഇതിനെ കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. ലഘുലേഖ വായിക്കുന്നത് പോലെയാണ് ഈ ലഘുലേഖ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതല്ലാതെ പ്രായോഗിക തലത്തിൽ എന്തൊക്കെ നടന്നു അതിന് തെളിവ് എവിടെയാണെന്ന് AK ഷാനിബ് ചോദിച്ചത്. അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. ഷാനിബ് ഒരു കാര്യം കൂടി, 10 രൂപ എടുത്താൽ താങ്കൾക്ക് ഇനിയും വേണമെങ്കിൽ എത്താമെന്നൊരു ഡയലോഗ് ഈ ബി റജി പറഞ്ഞു. അതിനോടൊരു ചെറിയ പ്രതികരണം. അതായത് ഈ പിന്നെ ICUവിൽ നിന്ന് ജീവിതത്തിലേക്ക് രക്ഷപ്പെട്ട ഒരാൾ വീണ്ടും അവിടെ പോയി കിടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. എനിക്കറിയില്ല. നമ്മൾ അവിടെ നിന്ന് ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഈ പറയുന്ന ആളുകൾ പരസ്പരം ഈ തല്ലുകൂടി പരസ്പരം ആയുധമെടുക്കുന്നത് പോലെ ആയുധമെടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പരസ്പരം പിന്നെ വെട്ടി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭാരവാഹി പട്ടികയിൽ. ഈ പറയുന്ന ചാണ്ടി ഉമ്മനൊക്കെ കണ്ണ് നിറഞ്ഞിട്ടാണല്ലോ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനൊക്കെ വന്ന് പറയുന്നത്, എൻ്റെ അപ്പയുടെ ഓർമ്മ ദിനത്തിൽ എന്നെ ഒരു സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ അദ്ദേഹത്തിന് പ്രശ്നമില്ല, ഈ ഓർമ്മ ദിനത്തിലായതുമല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തോടൊരു വാക്ക് ചോദിക്കണ്ടേ? അദ്ദേഹം ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ ഒരു ഭാരവാഹിത്തിൽ നിന്ന് അന്ന് മാറ്റി നിർത്തുന്നു. ഇങ്ങനെ ഒരു അതായത് ഒരു പിന്നെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരോട്, ആ പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കുന്നവരോട് ഒരു തരിമ്പും നന്ദിയില്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. തരിമ്പ് നന്ദിയില്ലാത്ത പാർട്ടിയാണ്. ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ ആ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ വലിച്ചെറിയുന്ന പാർട്ടിയാണ്. ഓരോരുത്തരുടെ കൗമാരവും ബാല്യവും യൗവനവും ആ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് ആ ആളുകളെ ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുകയും പിന്നെ ഏതെങ്കിലും ഒരു കോക്കസിനൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ കൊടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണ് കോൺഗ്രസ്. ആരെങ്കിലും ഈ പറഞ്ഞ പോലെ ട്രെയിനിന് തലവെക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ആഗ്രഹിക്കുമോ? അത്ര പ്രതിസന്ധി ഇപ്പൊ എന്തായാലും സംതൃപ്തിയായെന്ന് തോന്നുന്നു. ഒന്ന് വിശ്രമിക്കൂ. ഞാൻ ആ ഷാനിബ് പറഞ്ഞ അതിന് നിദാനമായ ആ ചാണ്ടിയമ്മന്റെ വാക്കുകളൊന്ന് കേൾപ്പിക്കും. കേരളത്തിൽ 60 വർഷവും ഭരിച്ചിട്ടുള്ള ഒരു കക്ഷിയെക്കുറിച്ചാണ്. അതൊക്കെ എല്ലാവരും ഭരിച്ചിട്ടുണ്ട്. വാക്കുകൾ അവനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം
പരിഗണിച്ച് വേണം അതിന് തീരുമാനമെടുക്കാൻ. എന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം എന്നെ പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി. എനിക്ക് വളരെയധികം മാനസികമായ വിഷമമുണ്ടായ ഈ കാര്യമാണ്. ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല. 2, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജിവെച്ചൊഴിഞ്ഞേനെ. എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത്. ചാണ്ടി ഉമ്മൻ, ശ്രീ എം ജയചന്ദ്രൻ, ചാണ്ടി ഉമ്മൻ അപ്പ എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട വൈകാരിക മുദ്രയാണ് ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിലാണ് ഇവർ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി എന്തൊരു കണ്ണീരൊഴുക്കിയതാണ്. എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഇങ്ങനെ ചവിട്ടി നിർദ്ദയം ആ ഓർമ്മ ദിവസം പുറത്താക്കിയത്. അത് ആ ചെറുപ്പക്കാരൻ വിങ്ങിപ്പൊട്ടി പറയുകയാണ്. അതവിടെ നിൽക്കട്ടെ. ചാണ്ടി ഉമ്മൻ ഇപ്പോൾ എന്താണ് കോർഡിനേറ്ററായിട്ട് നൽകിയിട്ടുണ്ട്. ഹിമാചലിൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ വന്ന വാർത്തയാണ്, ഹിമാചലിൻ്റെ ചുമതലയാണത്രേ. അതെ, ഔട്ട്റീച്ച് സെല്ലിന്റെ നാഷണൽ ചെയർമാൻ ആയിരുന്നല്ലോ ചാണ്ടി ഉമ്മൻ. അതെ, അദ്ദേഹത്തോട് പറഞ്ഞിരുന്നെങ്കിൽ രാജിവെച്ചൊഴിയാൻ ഞാൻ സന്നദ്ധനായിരുന്നു എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. ഇപ്പൊ റെജി പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരു ഉപമ മാത്രമേ പറയാൻ തോന്നുന്നുള്ളൂ അജിംഷാദെ. അതായത് ഈ നമ്മുടെ ബോണ്ട് പേപ്പർ ഉണ്ടല്ലോ, വില കൂടിയ വെള്ളക്കടലാസ്, അതില് മികച്ച പേന കൊണ്ട് പഞ്ചസാര എന്ന് എഴുതി നക്കിയാൽ മധുരിക്കുമെങ്കിൽ റജി പറഞ്ഞ കോൺഗ്രസിന്റെ ഇതിഹാസങ്ങളെല്ലാം പരിപൂർണമായും ശരിയാണ്. അത് അങ്ങനെയാണെങ്കിൽ ശരിയാണ് റജി. അത് നിഷേധിക്കാനേ നിവൃത്തിയില്ലാത്ത വിധം വസ്തുതാപരമാണ്. താങ്കൾക്ക് അങ്ങനെ ഈ വെള്ളക്കടലാസിൽ എഴുതി വില കൂടിയ പേന കൊണ്ട് എഴുതി നക്കിയാൽ മധുരിക്കുമെങ്കിൽ ആർക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇത് ആരാണ് പറയുന്നതെന്നേ അതല്ലേ വേണ്ടത്. നമുക്ക് അറിയേണ്ടത് അതല്ലേ. എന്തുകൊണ്ടാണ് ഇനി ശ്രീ എം ജയചന്ദ്രൻ, നമുക്ക് ഈ സ്പെസിഫിക്കായ സംഭവത്തിലേക്ക് കൂടി ഒന്ന് ചെറുതായി ഫോക്കസ് ചെയ്യാം. അതായത് ഈ KC വേണുഗോപാലും എൻ്റെ വരവ് യഥാർത്ഥത്തിൽ ആശങ്കയിലാക്കുന്നു VD സതീശനെ എന്നുള്ളതാണ്. ശരിയാണ്, VD സതീശന് ഇപ്പോൾ KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ അത്തരം പടികളായി പടർന്നു വരുന്ന ഒരു പാരമ്പര്യവും VD സതീശനില്ല. പണ്ട് ഒരു വക്കീൽ പണിയുമൊക്കെയായി ലാംബി സ്കൂട്ടറിൽ നടന്ന ആളാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ഇത്തരത്തിൽ ഒരു പാരമ്പര്യവുമില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ വരികയും വല്ലാതെ ഇത് മോഹിക്കുകയും ചെയ്തൊരവസ്ഥയുണ്ട്. അതിൻ്റെ ഫ്രസ്ട്രേഷനാണോ ഈ റെഡ് അലർട്ട്? അല്ല, ഈ രാത്രി പുലർന്നാൽ നാളെ രാവിലെ 10 മണിക്ക് വേറൊരു മഹാസംഭവമാണെന്ന് ഇന്ന് കൊട്ടിഘോഷിച്ചത് കേട്ടില്ലേ കോൺഗ്രസ്സുകാരും ചാനലുകളും മുഴുവനും? എന്താണത്? ശ്രീ ഷാഫി പറമ്പിൽ കോഴിക്കോട് കോൺഗ്രസ് DCC ഓഫീസിൽ പത്രസമ്മേളനം നടത്തുന്നു. അതാണ്. അപ്പൊ ഇനി നാളെ എന്തൊക്കെയാണ് പിന്നെ ഇദ്ദേഹത്തിന് ആർക്ക് VD സതീശന് മറുപടി എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ മൊഴിമുത്തുകളായി വരാൻ പോവുക എന്നുള്ളത് കാത്തിരിക്കാം. അതിന് അധികം മണിക്കൂറുകൾ വേണ്ടല്ലോ അജിംഷാദെ. ഇപ്പോ ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് നമ്മളാരുമല്ല, റെഡ് അലർട്ട് പറഞ്ഞത് നമ്മളാരുമല്ല. ഇതൊക്കെ പറഞ്ഞത് പിന്നെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ്, അല്ലെ നേതാക്കൾ തന്നെയാണ്. അങ്ങനെ അവർക്ക് പറയേണ്ടി വരുന്നത് അവര് ഇഷ്ടമുണ്ടായിട്ട് പറയുന്നതെന്നുള്ള ആദ്യം റജി അംഗീകരിക്കണം കേട്ടോ. ഞാൻ ആ കാതല വിമർശനത്തിലേക്ക് തന്നെ വരിക. അജിംഷാദ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ട് പറയുന്നതല്ല അത് എന്നുള്ളത് നമ്മൾ പിന്നെ ഉത്തരവാദിത്തോടെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ പാർട്ടിയിൽ ഇത്രമേൽ അസഹനീയമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ആന്തരികമായി നിലനിൽക്കുന്നത് എന്ന് കേരളീയ പൊതുസമൂഹത്തോട് തുറന്നു പറയുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. അത് ചെറിയ കാര്യമാണോ റജി? താങ്കൾക്ക് പറയാം ഇതെല്ലാം ഇവിടെ ഭദ്രമാണ്, ഞങ്ങൾ 35 ലക്ഷം പേരുണ്ട്, എന്തിനാ 1 കോടിയാക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ പാർട്ടിക്കകത്ത് ജനാധിപത്യം എന്ന് പറയുന്ന തരിമ്പ് പോലും ഇല്ല, നിൽക്കാൻ കഴിയുന്നില്ല, വീർപ്പ് മുട്ടിയാണ് നിൽക്കുന്നത് എന്ന് മുഖത്തടിച്ചതുപോലെ അഖിലേന്ത്യാ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് മറുപടിയായിട്ടല്ലേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്താണ് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്? എന്താണ് ആ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് എങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നു? അതിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ഒരു പങ്കുമില്ല കേട്ടോ. അതിൽ യാതൊരു പങ്കുമില്ല രാഷ്ട്രീയ എതിരാളികൾക്ക്. നിങ്ങൾക്ക് തന്നെയാണ് പങ്കുള്ളത്. അതാണ് അതാണ് കാതലായ ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ ഈ ഒരു എൻട്രിയെ സംബന്ധിച്ച് ഇങ്ങനെ കളമൊരുക്കുന്നത് പലരെയും വെട്ടിനിരത്തി പല മോഹങ്ങളുമായാണ്. അതിൽ പലരും അസ്വസ്ഥതയുണ്ട്. പോഷക സംഘടനയിലേക്ക് കൂടി, യൂത്ത് കോൺഗ്രസ് അടക്കം പോഷക സംഘടനകളിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ കരാള ഹസ്തങ്ങൾ വ്യാപിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരാമർശമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുമ്പോൾ VD സതീശന് റെഡ് അലർട്ട് എന്ന് പറയേണ്ടി വരുന്നത്? അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്ലേ, അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കട്ടെ. അങ്ങനെ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ പറയാമല്ലോ, വിശദീകരിക്കാമല്ലോ. എന്തുകൊണ്ടായിരിക്കും VD സതീശൻ ഈ ചോദ്യങ്ങളോട് റെഡ് അലർട്ട്
അല്ല, ആ ചോദ്യങ്ങളോട് റെഡ് അലേർട്ട് എന്ന് പറയുന്നത് ഇത് അനാവശ്യമായ ചോദ്യമാണ്. അത് സണ്ണി ജോസഫിന് തോന്നിയില്ലല്ലോ, KPCC പ്രസിഡന്റിന്. അല്ല, പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിന് തോന്നുന്നത്? അല്ല, ബഹുമാനനായ സണ്ണി ജോസഫ് എന്താണ് ഈ പറഞ്ഞത്? കേരളത്തിലെ പിന്നെ അഖിലേന്ത്യാ ഭാരവാഹി കേരള രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സജീവമായിട്ട് ഇടപെടുന്നില്ല. അതെ, ഉള്ളതല്ലല്ലോ. പിന്നെന്താണ് VD സതീശൻ അത് പറഞ്ഞാൽ? ഇതിലും വലിയ കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ ആവേശം കാട്ടുന്ന VD സതീശൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞത്? ഒരു വേളയിൽ ആദ്യഘട്ടത്തിൽ തള്ളിപ്പറയുന്നതിന് തൊട്ട് മുമ്പ് വരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് പോലും അദ്ദേഹം പറഞ്ഞു, വേദനയോടുകൂടിയാണ് വലത് കൈ പറിച്ചു മാറ്റിയതെന്നൊക്കെയാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് നടപടിയെക്കുറിച്ച് പറഞ്ഞത്. അത്രയേറെ പരസ്യമായി പറയുന്നു. സ്ത്രീ ജനങ്ങൾ ഒന്നാകെ എതിരാകുമെന്നൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചുവട് മാറ്റേണ്ടി വന്ന സാഹചര്യമാണ്. നമുക്കതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞ VD സതീശൻ എന്താണ് KC വേണുഗോപാലിൻ്റെ കാര്യത്തിൽ കറ തീർത്ത് കട്ട് ആൻഡ് ഡ്രൈഡായി ഒരു കാര്യം പറയാത്തത്? ഇങ്ങനെ ആകാശത്ത് നോക്കി റെഡ് അലർട്ടാണെന്ന് പറയുക വഴി എന്ത് സന്ദേശമാണ് പ്രതിപക്ഷ നേതാവ് നൽകുന്നത്? ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു തരത്തിലുള്ള അഭിപ്രായം എന്ന് റജി പറഞ്ഞതുകൊണ്ടായില്ല. അത് നേരത്തെ ജയചന്ദ്രൻ സാർ പറഞ്ഞതുപോലെ മധുരം എഴുതിയ പേപ്പറിൽ മധുരിക്കില്ല. ഇവിടെ UDF സംഘടനാ സംവിധാനത്തിൽ വ്യക്തമായിട്ട് നേതാവിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇതിന്റെ കീഴ്വഴക്കങ്ങൾ ഞാൻ ചോദിക്കുന്നത്, ഇത് സതീശൻ അറിയാമല്ലോ. VD സതീശൻ എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ KC വേണുഗോപാലിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറഞ്ഞില്ല? പ്രത്യേകിച്ച് KC വേണുഗോപാൽ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. അങ്ങനെ വിശദീകരിക്കുന്ന വേളയിലും എന്തുകൊണ്ട് VD സതീശന് ഇത്തരത്തിലൊരു മറുപടി പറയേണ്ടി വന്നു, റെഡ് അലർട്ട് എന്ന് പറയേണ്ടി വന്നു? ഇപ്പോ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതൊന്നുമല്ല. സമൂഹത്തെ ബാധിക്കുന്ന ഈ സർക്കാരിന്റെ ജനവിരുദ്ധ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഭരണവിരുദ്ധ വികാരം സംബന്ധിച്ച് ഓരോ ദിവസവും ഉയർന്നു വരുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. നമുക്ക് ശബരിമല കൊള്ള സംബന്ധിച്ച അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. അവിടെ കോൺഗ്രസിന്റെ വരാനിരിക്കുന്ന 6 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് നേതൃത്വം വഹിക്കും, അല്ലെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആര്, അതൊക്കെ അനാവശ്യമായിട്ടുള്ള ചർച്ചകളാണ്. ഈ അങ്ങനെ പറയാമല്ലോ. അങ്ങനെ എന്തുകൊണ്ട് VD സതീശൻ പറഞ്ഞില്ല? അതായത് സണ്ണി ജോസഫ് നേരത്തെ ഒരു കൊട്ട് കൊടുത്തുവെങ്കിലും അതേ സംബന്ധിച്ച് ഇന്ന് കുറെ കൂടി വിശദമായി അദ്ദേഹം പറഞ്ഞു. അത് ജനറൽ സെക്രട്ടറിയാണ്, സംഘടന ദേശീയ തലത്തിലുള്ള ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന് ഇവിടെ പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറയുന്നു. ഇതേ കാര്യം തന്നെ KC വേണുഗോപാലിനോട് ചോദിക്കുന്ന ഘട്ടത്തിൽ KC വേണുഗോപാൽ പറയുന്നു, ഈ പല വിധത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്, പക്ഷേ താൻ കസേര മോഹിച്ചൊന്നും അല്ല ഇവിടെ എത്തുന്നത് എന്ന് പറയേണ്ടി വരുന്നു KC വേണുഗോപാലിനെ പോലെ ഒരു സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിക്ക്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവിനോട്, അത് ജനറൽ സെക്രട്ടറി തന്നെ KC വേണുഗോപാൽ തന്നെ വിശദീകരിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ഈ കാര്യം ചോദിക്കുമ്പോൾ അത് വിശദീകരിക്കാതെ റെഡ് അലർട്ടിലേക്ക് പോകേണ്ടി വന്നത്? ഇതൊന്നും കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, അത്ര പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അതിനകത്ത് പരാമർശിക്കാതിരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ KPCC പ്രസിഡന്റ് നോക്കൂ, പരാമർശിച്ചതോ? KPCC പ്രസിഡന്റ് സംഘടനാ ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അവസാന വാക്ക് KPCC പ്രസിഡന്റാണ്. അദ്ദേഹം അതിൽ പ്രതികരിക്കേണ്ടതുണ്ട്. പക്ഷേ UDF ചെയർമാനെ സംബന്ധിച്ചും നിയമസഭയിലെ പാർലമെന്ററി പാർട്ടി ലീഡറെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചും അത്തരത്തിലുള്ള സംഘടനാപരമായ കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കേണ്ട ആവശ്യം ഉദിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ബാലിശമായിട്ടുള്ള കാര്യം എന്നുള്ള നിലയിൽ അതിനെ അപ്രസക്തമായി അദ്ദേഹം അതിൽ പ്രതികരിക്കാതിരുന്നത്. അതാണ് ഏറ്റവും യുക്തമായ നടപടി. VD സതീശന് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു ആരോപണം ഉയരുന്നു, അതിന് KC വേണുഗോപാൽ തന്നെ മറുപടി പറയുന്നു, KPCC പ്രസിഡന്റ് അത് വിശദീകരിക്കുന്നു. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ VD സതീശൻ എന്തുകൊണ്ടാണ് റെഡ് അലർട്ട് പറഞ്ഞത്? UDFനെ സംബന്ധിച്ചോ ഈ സർക്കാരിന്റെ ഭരണവിരുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ചോ സർക്കാരിനെതിരായ വിമർശനങ്ങളെ സംബന്ധിച്ചോ നിയമസഭാ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചോ UDFുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങ് പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കൂ, അങ്ങേരും അദ്ദേഹം മണി പോലെ അതിനുള്ള ഉത്തരം തരും. ഇവിടെ സംഘടനാ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത്, അതാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അപ്പോൾ പ്രശ്നം അല്ലേ? സംഘടനാ കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് ആരാണ്? സംസ്ഥാനത്തെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് വ്യക്തമായി ആണോ? അതായത് UDFനെ കുറിച്ച് ചോദിച്ചായിരുന്നെങ്കിൽ പറയും, വിചിത്രമായ വാദങ്ങളാണ്. UDFനെ കുറിച്ച് ചോദിച്ചാൽ പറയും, സംഘടനാപരമായ പ്രശ്നങ്ങൾ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് റെഡ് അലർട്ട് പറയുന്നത്. സംഭവം ഒന്ന് അഴിച്ചിട്ട് നഗ്നമായി പറയൂ, എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ റെഡ് അലർട്ടിന്റെ പിന്നിലെ ഗുട്ടൻസ്? AK ഷാനിബ് നോക്കൂ, ഞാൻ മനസ്സിലാക്കി. AK ഷാനിബിലേക്കൊന്ന് പോവാം. അല്ല, ഇപ്പോൾ ബഹുമാനായിട്ടുള്ള റജി, അദ്ദേഹം കോൺഗ്രസിന്റെ ഭരണഘടന അങ്ങനെയാണ് എന്നങ്ങ് പറയാണ്. അപ്പോൾ നമ്മൾ പിന്നെ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇത് അഭിപ്രായം പറയുമ്പോൾ അവർ പറയുന്ന അഭിപ്രായം ആണ് ശരി എന്ന് വരുമല്ലോ. സാധാരണഗതിയിൽ കേരളത്തിൽ സംഘടനാ കാര്യങ്ങളാണെങ്കിലും നയപരമായ കാര്യങ്ങളാണെങ്കിലും
KPCC പ്രസിഡന്റും പാർലമെന്ററി പാർട്ടി ലീഡറും ഇവർ രണ്ടുപേരുമാണ് അധികാര കേന്ദ്രങ്ങൾ. അത് എല്ലാ കാലത്തും, അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ, അങ്ങനെ എല്ലാ ഘട്ടത്തിലും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും, അങ്ങനെ പാർലമെന്ററി പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡന്റും ഇങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. ഇപ്പോൾ തീരുമാനിച്ചതിൽ VD സതീശൻ്റെ അഭിപ്രായങ്ങൾക്ക് വില കിട്ടിയില്ല എന്നതുകൊണ്ടാണല്ലോ അപ്പം നാളത്തെ KPCC യോഗം, ഇന്നോ നാളെയോ വിളിച്ചിരുന്ന KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല എന്നൊരു വാർത്ത കേട്ടിരുന്നു. പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ല. അതിൽ പറയുന്നത് VD സതീശൻ ആഗ്രഹിച്ചതുപോലെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല, അദ്ദേഹം അറിഞ്ഞില്ല എന്നാണ്. അപ്പോൾ സംഘടനാ കാര്യത്തിൽ അദ്ദേഹം ഇടപെടുന്നില്ലെങ്കിൽ, അഭിപ്രായം പറയുന്നില്ലെങ്കിൽ പിന്നെ സംഘടനാ കാര്യങ്ങൾ അദ്ദേഹം അറിയേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ജനങ്ങൾക്ക് ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് KPCCയിൽ എങ്ങനെയാണ് പാർലമെന്ററി പാർട്ടി പ്രവർത്തിക്കുന്നത്, പാർട്ടി ലീഡറുടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അധികാരങ്ങൾ എന്നൊക്കെ. പിന്നെ ഈ റെഡ് അലർട്ട് എന്ന് അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു സൂചന കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പാലക്കാട് നിന്നിട്ടാണ് അത് പറയുന്നത്. എന്തായിരുന്നു പാലക്കാട്ട് MLA ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വന്ന സമയത്ത് അയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമം ആദ്യഘട്ടത്തിൽ വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് അയാളെ സംരക്ഷിക്കാനുള്ള പരമാവധി ശ്രമം VD സതീശൻ നടത്തിയെങ്കിലും പിന്നീട് വാർത്തകൾ പുറത്തു വരികയും ജനങ്ങളെതിരാണെന്ന് മനസ്സിലാവുകയും വനിതാ MLA അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നതാണ്. ആ സമയത്തും ഈ പറയുന്ന പാലക്കാട് പിന്നെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ, പിന്നീട് വടകര MP ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ VD സതീശനെ പിന്നീടും ഭീഷണിപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുകയാണ് നടപടി എടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ VD സതീശൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞൊരു, അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടി മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിരന്തരം ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ, മുഴുവൻ കാര്യങ്ങളും ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, അയാളെ കോൺഗ്രസ് നിന്ന് പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ ഈ സംഘടനാ കാര്യങ്ങളുടെ മറുപടി എങ്ങനെയാണ് VD സതീശന്റെ മാധ്യമങ്ങളോട് പറയാൻ കഴിയുന്നത്? ഈ ചർച്ചകൾ നടത്തുകയും എന്നാൽ വ്യക്തമായ, ഇതിനേക്കാൾ ശക്തമായ നടപടി വേണമെന്ന് ചിലർ ആവശ്യപ്പെട്ടെങ്കിലും ഞാൻ ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ടാണ് ഈ പിന്നെ ഇത്തരത്തിലുള്ളൊരു നടപടി എടുത്തത്. അത് സംഘടനാ കാര്യമാണല്ലോ. അപ്പം അത് ചില കാര്യങ്ങൾ മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾ ഇതിലൊന്നും വിഡ്ഢികളാവുകയില്ല. പിന്നെ നേരത്തെ റജി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ ഇൻകുലാബുമായി ബന്ധപ്പെട്ട കാര്യം, ഞാൻ അതിൻ്റെ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ആ മനോരമയുടെ വാർത്തയിൽ പറയുന്നത്, പിന്നെ കോൺഗ്രസ്, ഞാൻ ആ വാർത്ത പിന്നെ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. അതായത് ജിതിൻ ജോസ് എന്ന് പറയുന്ന മനോരമയുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. കോഴിക്കോട് വെച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉപയോഗിക്കുന്ന സഖാവ് എന്ന സംബോധനയും ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യവും തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് കോൺഗ്രസ് പാർട്ടിയെ സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി രൂപീകരിക്കുന്ന യൂണിറ്റ് കമ്മിറ്റികളുടെ പരിശീലന ക്ലാസിന്റെ പാഠ്യപദ്ധതിയിലാണ് ഈ കാര്യങ്ങളുള്ളത്. മനോരമ റിപ്പോർട്ട് ചെയ്ത, ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ വായിക്കുന്നില്ല. അതായത് ഇവർക്ക് പിന്നെ CPM സംഘടനാ സംവിധാനവും CPM എടുക്കുന്ന ആശയ വ്യക്തതയും CPM ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ജനങ്ങൾ CPM തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ സഖാവെ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രമല്ല. സഖാവെ എന്ന് വിളിക്കുന്നതിൻ്റെ പിന്നിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ആത്മാർത്ഥമായ രാഷ്ട്രീയ ഇടപെടലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നൽകുന്നൊരു സന്ദേശമുണ്ട്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു ആദർശ ശുദ്ധിയുണ്ട്. അതല്ലാതെ ഇവർ ഇൻകുലാബ് വിളിക്കുന്നതുകൊണ്ടാണ് അവരെ കൂടെ ആളുകൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ സഖാവെ എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്നത് തെറ്റിദ്ധരിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ ഇനി അങ്ങനെ വിളിക്കാൻ പോകുന്നു എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവർക്ക് സംഘടനാ സംവിധാനമില്ല, താഴെത്തട്ടിൽ കമ്മിറ്റിയില്ല, ബൂത്ത് കമ്മിറ്റികളില്ല, വാർഡ് കമ്മിറ്റികളില്ല, മണ്ഡലം കമ്മിറ്റികളില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കേരളത്തിൽ എത്ര വാർഡ് കമ്മിറ്റികൾ കോൺഗ്രസിനുണ്ട്? എത്ര മണ്ഡലം കമ്മിറ്റികൾ കോൺഗ്രസിനുണ്ട്? DCC പ്രസിഡന്റ് അല്ലാതെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട DCC പ്രസിഡന്റുമാർക്കൊപ്പം എത്ര DCC ഭാരവാഹികളുണ്ട്? ഇപ്പോൾ KPCC പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട K. സുധാകരൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷം ആ KPCC പ്രസിഡന്റിനോടൊപ്പം ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നോ? ആ പ്രസിഡന്റ് മാറി പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ കുറേ ആളുകളെ പിന്നെ വൈസ് പ്രസിഡന്റായും, കുറേ ആളുകളെ വർക്കിംഗ് പ്രസിഡന്റായും, കുറേ ആളുകളെ ജനറൽ സെക്രട്ടറിമാരായും വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും പുനഃസംഘടന നടത്തി കഴിഞ്ഞിട്ടുണ്ടോ?
എത്ര ആളുകളാണ് ഇപ്പോഴും പുനഃസംഘടന കാത്തിരിക്കുന്നത്? അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാൻ കഴിയാതെ വന്നാൽ എന്തായിരിക്കും ആ പാർട്ടിയുടെ അവസ്ഥ? വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ ആളുകൾ, അതൃപ്തരായിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ, വ്യക്തിപരമായി എനിക്കറിയാവുന്ന കാതലായ ചോദ്യം ഞാൻ റജിയിലേക്ക് ഫോർവേഡ് ചെയ്യുന്നില്ല. കാരണം സാക്ഷാൽ KPCC പ്രസിഡന്റ് പോലും ഇതിനെക്കുറിച്ച് മറുപടി പറയാനായില്ല ഈ ചോദ്യങ്ങളോട്. പിന്നെയാണോ പാവം റജി, അതായത് ഈ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ അതിതീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അത് VD സതീശന് പോലും മണക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് റെഡ് അലർട്ട്. താങ്കൾക്ക് ബോധ്യമായില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ബോധ്യമായതായി നടിക്കാത്തതെങ്കിൽ പോലും അനാവശ്യമായ ഇൻ്റർപ്രിട്ടേഷൻസാണ്. ബഹുമാനനായ ഷാനിബ് അദ്ദേഹം പറഞ്ഞു, ഇത് ചിന്തന ശിബിരത്തിൽ അപ്രകാരം സ്ലോഗൻ ഞങ്ങൾ വിളിക്കുമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം എന്താണെന്നറിയാമോ? 1920കളിലെ ഈ ഭഗത് സിംഗ് ഈ സ്ലോഗൻ കൊണ്ടുവരുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ്, ഇന്റർനാഷണൽ കോൺഗ്രസ് ആയിരുന്നു, അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്ലോഗൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് പറയാനുള്ള കാരണം. 1929ലാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് എന്താണ്? 1920 അല്ല, അന്ന് ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയിലേക്ക് ഭഗത് സിംഗ് മാറി എന്നുള്ളത് ശരിയാണ്. പക്ഷേ 20കളിൽ ഈ ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളില്ല, മാത്രമല്ല CPI രൂപീകരിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽ. ഇൻകുലാബിന്റെ വേറൊരു മൊഴിയായിട്ടാണോ സതീശൻ പറഞ്ഞതെന്നാണ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കോൺഗ്രസിന് അത് അവകാശപ്പെടാൻ കഴിയും. കാരണം സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ കോൺഗ്രസ് അത്തരത്തിൽ പങ്കാളിത്തം ഉണ്ടായതുകൊണ്ട്. ഗാന്ധിജിയെ മാത്രമല്ല, ഗാന്ധിജിയുടെ കൊന്നവരെയും നിങ്ങൾക്ക് നാളെ അവകാശപ്പെടാൻ പറ്റും. തീർച്ചയായും അതൊന്നുമില്ല, ഒരിക്കലുമില്ല. ശ്രീ എം ജയചന്ദ്രൻ, ഈ കോൺഗ്രസിനുള്ളിലെ ഈ ത്രട്ട് യഥാർത്ഥത്തിൽ VD സതീശന് മണക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചെന്നിത്തലയും KC വേണുഗോപാലുമായി കൈകോർക്കുന്നു. അവിടേക്ക് ഷാഫി പറമ്പിലും മാങ്കൂട്ടത്തിൻ്റെയും പിന്തുണയെത്തുന്നു. സതീശൻ അക്ഷരാർത്ഥത്തിൽ ഈ സൈബർ ഇടങ്ങളിലൊക്കെ ആക്രമിക്കപ്പെട്ട വിധേയമായ ഒരു മുഖത്തോടുകൂടി അതിൻ്റെ ഭയം മണക്കുന്നു. ഇതാണ് റെഡ് അലർട്ടിൻ്റെ മലയാളം. അതെ, ഇതിനകത്തുള്ള കാതലായ പ്രശ്നം ജിംസാദെ, ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇന്റഗ്രേഷൻ എന്നുള്ള സംഗതി കോൺഗ്രസിൽ നടക്കാതായിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി. നമ്മളത് വേറെ രൂപത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാനാണ്, ഇപ്പോൾ സമയവുമില്ല. പക്ഷെ ഇവിടെ ഫാക്ഷണൽ റീഗ്രൂപ്പിംഗ് ആണ് നടക്കുന്നത്. ഈ ഫാക്ഷണൽ റീഗ്രൂപ്പിംഗിന്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞ, ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു, സംഭവിക്കുന്നത്. KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ മുൻനിർത്തി പുതിയ ഒരു റീഗ്രൂപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഒരു അവരുടെ ഒരു നടപടികൾ എങ്ങനെയായിത്തീരും, എങ്ങോട്ടാണ് അത് എത്തുക എന്നുള്ളത് ഇപ്പൊ ഈ ദിവസങ്ങൾ പറയാറായിട്ടെങ്കിലും ബേസ് അത് തന്നെയാണ്. അതായത് AK ഷാനിബ് ചുരുക്കി, അതായത് ഈ VD സതീശനും ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ അത്തരത്തിലുള്ള ഒരു ഭീഷണി VD സതീശനും മണക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്തവും കുന്തവും ഇല്ലാത്തൊരു പോക്കാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ. അതിൻ്റെ പ്രതിഫലനം കൂടിയാണത്. ഇപ്പം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പന്നൻ്റെ വസ്ത്രമിട്ടാൽ താനും സമ്പന്നനാകും എന്ന ദരിദ്രൻ്റെ ചിന്ത പോലെ അബദ്ധമാണ് ഈ ഇൻകുലാബിൻ്റെ കാര്യത്തിലടക്കം. ആ നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോഴുമുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റേത്. അങ്ങനെ ക്രോഡീകരിക്കാമോ? അല്ല, ഒരു കാര്യം റജി, അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനത് ഇപ്പോൾ ഇവിടെ കോട്ട് ചെയ്യാൻ കാരണം, കോൺഗ്രസിൽ ഇങ്ങനെ കടലാസിൽ കുറെ തീരുമാനങ്ങൾ എടുത്തു വെക്കുന്നതല്ലാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന തരത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രവർത്തിക്കാനുള്ള സംവിധാനം താഴെ തട്ടിലില്ല, കമ്മിറ്റികളില്ല എന്നുള്ളതാണ്. വിശദമായിട്ട് ഇനിയും പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗാന്ധിയെ കൊന്നവരെയും കൂടെ നിർത്താൻ കോൺഗ്രസിനൊരു മടിയില്ല. ഇപ്പൊ ഗോൾവൽക്കറുടെ കോൺഗ്രസ് അല്ല, സംഘപരിവാറിനോടൊപ്പം ചേർന്ന് ജനസംഘത്തിനോടൊപ്പം ചേർന്ന് ആരാണ്? CPM അല്ല, ഗോൾവൽക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ തിരിതെളിയിച്ച VD സതീശന്റെ കാര്യമാണ്. ജനസംഘത്തിനോടൊപ്പം ചേർന്ന് ബഹുമാന്യ റജിക്ക് സമയം തരാം, ഒരു മിനിറ്റ്. എനിക്ക് സമയം വേണ്ട. ഞാൻ ഒരു കാര്യം, ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിന്ന VD സതീശൻ, അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? അദ്ദേഹം ആ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഗോൾവൽക്കർ ആരാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന VD സതീശൻ, ആ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റി പറഞ്ഞു. അദ്ദേഹം പങ്കെടുത്ത അതേ സമാനമായിട്ടുള്ള ചടങ്ങിൽ സഖാവ് VS അച്യുതാനന്ദൻ അത് അങ്ങേക്കറിയാമോ? അത്തരത്തിലുള്ള അതേ പ്രോഗ്രാമില് അത് സ്വാമി വിവേകാനന്ദന്റെ പേരുള്ള പരിപാടിയാണ്. നിങ്ങൾ കള്ളം പറയാണ്. സ്വാമി വിവേകാനന്ദന്റെ പരിപാടിയിലാണ്.
സെയിം അല്ല, അതെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ഈ തമ്മിത്തല്ലലും ഈ തൊഴുത്തിൽ കുത്തുമല്ലാതെ ഇവർക്ക് കടലാസിൽ കുറെ കാര്യങ്ങൾ എഴുതി വെക്കുക എന്നല്ലാതെ ഈ സംവിധാനം കൊണ്ടുപോകാനുള്ള കെൽപ്പില്ലാത്തവരാണ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ റെഡ് അലർട്ട് എന്ന രീതിയിൽ സതീശൻ സ്വന്തം അപകടത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പോലും പ്രതിഫലിപ്പിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ റെഡ് അലർട്ട് എന്താണ്, അതിൻ്റെ ഗുട്ടൻസ് എന്താണ് എന്ന് വരുന്ന ദിവസങ്ങളിലെ ഗ്രീൻ സിഗ്നലിൽ നമുക്ക് മനസ്സിലാകും. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.